Hi students, ഇന്ന് നമ്മൾ SLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അതിലെ ഇലക്ട്രിക് പവർ എന്ന പാർട്ടിലെ 3 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 പേജ് 22 3 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ആ 3 പ്രോബ്ലവും ഇവിടെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടൊരു 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ആ പ്രോബ്ലം ഒരു പ്രാവശ്യം വായിച്ചിട്ട് അതിൽ തന്നിരിക്കുന്ന ഡാറ്റ അതെന്തൊക്കെയാണോ അത് ക്രമത്തിൽ എഴുതാന്നുള്ളതാണ്. എന്നിട്ട് എന്താണോ അതിൽ ചോദിച്ചിട്ടുള്ളത് അതും കൂടി എഴുതുക. ഇതാണ് ഒന്നാം ഘട്ടം. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് 3 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അതിലൊന്ന്, തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ ഡാറ്റ എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് അത് ക്രമത്തിൽ എഴുതി എന്താണോ ചോദിച്ചിട്ടുള്ളത് അതും എഴുതാനുള്ളതാണ്. അതായത് എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഇപ്പൊ ഇലക്ട്രിക് പവർ കാണാൻ പറഞ്ഞെങ്കിൽ ഇലക്ട്രിക് പവർ ഈസിക്കൽ ടു, അല്ലെങ്കിൽ അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ, ഇലക്ട്രിക് പവറിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ പി ആണ്. പി ഈസിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഒന്നാം ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, പിന്നെ നമ്മൾ പ്രോബ്ലം വായിക്കേണ്ടതില്ല. പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഡാറ്റ ആണോ ചോദിച്ചിട്ടുള്ളത് അതും നമ്മൾ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രമേ രണ്ടാം ഘട്ടത്തിൽ നോക്കേണ്ടിയുള്ളൂ. അപ്പൊ എന്താണ് ചോദിച്ചിട്ടുള്ളത് അതും തന്നിരിക്കുന്ന ഡാറ്റയും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. അങ്ങനെ ഇക്വേഷൻ എഴുതാം. മൂന്നാമത്തെ ഘട്ടം, ഈ ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഡാറ്റ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ 3 ബേസിക് സ്റ്റെപ്സുകൾ നമ്മൾ ഏതൊരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിലും ഫോളോ ചെയ്യണം. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന 3 പ്രോബ്ലംസിൽ ആദ്യത്തെ പ്രോബ്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ 3 ബേസിക് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ട് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹീറ്റിംഗ് അപ്ലയൻസ് has a resistance of 115 ohm. If 2 ampere current flows through it, what is the power of the appliance? ഫിസിക്സ് മലയാളം മീഡിയത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും പേജ് 22 ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അവിടെ പറയുന്നത് 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിന്റെ പവർ എത്ര? A heating appliance has a resistance of 115 ohm. ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ ഡാറ്റ 115 ഓം ആണ്. അത് റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നുണ്ട്. 115 ഓം റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റൻസിന്റെ റെപ്രസെന്റ് ലെറ്റർ ഏതാണ്? R ആണ്. അപ്പൊ അത് ഇവിടെ എഴുതും. R = 115 ഓം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് = 115 ഓം. 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ, 115 ഓം പ്രതിരോധം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് 115 ഓം, 115 ഓം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് അതായത് R = 115 ഓം. ഇനി നെക്സ്റ്റ് ഡാറ്റ എന്താണ് തന്നിട്ടുള്ളത്? If 2 ampere current flows through it. 2 ampere current 2 ampere ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ampere ഇത് കറന്റ് ആണ്. കറന്റ് റെപ്രസെന്റ് ലെറ്റർ I. അപ്പോൾ കറന്റ് അല്ലെങ്കിൽ I = 2 ampere. If 2 ampere current flows through it. അപ്പോൾ കറന്റ് 2 ampere ആണ്. അതായത് കറന്റ് റെപ്രസെന്റ് ലെറ്റർ I ആണ്. I = 2 ampere. 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ പറഞ്ഞല്ലോ, 2 ആംപിയർ വൈദ്യുതി. അപ്പോൾ വൈദ്യുതി അല്ലെങ്കിൽ I = 2 ആംപിയർ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? If 2 ampere current flows through it, what is the power of the appliance? അപ്പോൾ അപ്ലയൻസിന്റെ പവർ എത്ര എന്ന് ചോദിച്ചിട്ടുള്ളത്. 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിന്റെ പവർ എത്ര? അപ്പൊ പവർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് പവറിന്റെ റെപ്രസെന്റ് P ആണ്. P = ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ ഒന്ന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ R ആണ്, രണ്ടാമത്തെ കറന്റ് അല്ലെങ്കിൽ I ആണ്, പിന്നെ കാണാൻ പറഞ്ഞിട്ടുള്ള പവർ അതായത് P ആണ്. ഇതാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ പ്രോബ്ലത്തിലെ ഡാറ്റയും എന്താണ് ചോദിച്ചുള്ളത് അതും ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി പ്രോബ്ലം നോക്കേണ്ടിയില്ല, ഇത് എഴുതിയത് മാത്രമേ നോക്കേണ്ടിയുള്ളൂ. അപ്പോ R തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്, P കാണാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ചോദിച്ചുള്ളത് അതും തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടെത്താന്നുള്ളതാണ്. ഇവിടെ ചോദിച്ചുള്ളത് എന്താണ്? P ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ട്? I യും R തന്നിട്ടുണ്ട്. അപ്പൊ കാണാനുള്ള P യും തന്നിരിക്കുന്ന ഡാറ്റ I യും R തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഇത് തമ്മിൽ പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ കണ്ടെത്താന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്.
പി ഐ ആർ ഇത് മൂന്നും പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അപ്പൊ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളതും തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ റിലേറ്റ് ചെയ്തുള്ള ഇക്വേഷൻ കണ്ടെത്തി പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇക്വേഷൻ കണ്ടെത്താന്നുള്ളതാണ്. അതോടെ എഴുതി. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഡാറ്റ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അതൊക്കെ എങ്ങനെ നോക്കാം? ഇവിടെ ഒന്ന് പി, ഇവിടെ തന്നിരിക്കുന്നു പി തന്നിട്ടില്ല, കാണാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പി അങ്ങനെ തന്നെ എഴുതി. ഈക്വൽസ് രണ്ടാമത് ഐ സ്ക്വയർ. അപ്പൊ ഐ നോക്കാം, ഇവിടെ ഐ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ നമ്മളിവിടെ എഴുതുന്നു. അതായത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, പക്ഷെ ഐ സ്ക്വയർ ആണ്. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു ആർ. ആർ ഇവിടെ 115. അപ്പൊ ആർ സ്ഥാനത്ത് 115. അതായത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 115. അതായത് 4 ഇൻറ്റു 150 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 460. ഇതാണ് പവർ. ഇവിടെ പവർ പി 460 ആണ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? അത് കൂടുതൽ എഴുതണം. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്. അതായത് ഡബിൾ. ഇതാണ് അവരുടെ ആൻസർ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ 3 സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നിരിക്കുന്ന ഡാറ്റ ക്രമത്തിൽ എഴുതാം. എന്താണ് ചോദിച്ചിട്ടുള്ളത് അതും എഴുതി കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുല കണ്ടെത്താന്നുള്ളതാണ്. അത് എഴുതിക്കാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. മൂന്നാം സ്റ്റെപ്പ് ഈക്വേഷനിൽ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ അപ്ലൈ ചെയ്യലാണ്. ആൻസർ കിട്ടും. അതാണ് പി അല്ലെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു 460 വാട്ട്. ആൻസർ എപ്പോഴും അതിന്റെ യൂണിറ്റും കൂടി എഴുതണം. നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ. Then our second problem to solve is a current of 0.4 ampere flows through an electric bulb working at 230 watt. What is the power of the bulb? 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ബൾബിലൂടെ 0.4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു എങ്കിൽ ബൾബിന്റെ പവർ കണക്കാക്കുക. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 22 അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട 3 ബേസിക് പ്രിൻസിപ്പിൾസ് പറഞ്ഞു. അതിനെ ആവർത്തിക്കുന്നില്ല. അപ്പോ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. എ കറന്റ് ഓഫ് 0.4 ആംപിയർ ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ബൾബ്. എ കറന്റ് ഓഫ് 0.4 ആംപിയർ. കറന്റ് എത്ര തന്നിട്ടുണ്ട്? അതായത് 0.4 ആംപിയർ. 0.4 ആംപിയർ. ഇതാണ് കറന്റ്. അതായത് കറന്റ് റെപ്രസെന്റേറ്റർ ഐ. ഐ ഇസ് ഈക്വൽ ടു 0.4 ആംപിയർ. അടുത്ത ഡാറ്റ എന്താണ്? A current of 0.4 ampere flows through an electric bulb working at 230 watt. അപ്പോൾ അടുത്ത ഡാറ്റ തന്നിട്ടുണ്ട് 230 watt. 230 watt. അപ്പോൾ 230 വാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ബൾബിലൂടെ 0.4 ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ 230 വോൾട്ട് ഇതെന്താണ്? വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വോൾട്ടേജ് V. V is 230 watt. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? What is the power of the bulb? What is the power of the bulb? Power എന്ന് പറഞ്ഞാൽ P. P is equal to question mark. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എഴുതി. എന്താണ് കാണാൻ പറയുന്നത്? പവർ ആണ്. അതായത് P ആണ് കാണാൻ പറയുന്നത്. ഇത്ര എഴുതി. ഇനി ആ പ്രോബ്ലം ഇത് നോക്കേണ്ടിയില്ല. ഇത് മാത്രമേ നോക്കേണ്ടിയുള്ളൂ. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 230 വോൾട്ട് വോൾട്ടേജ് ആണ് ഈ 230 വോൾട്ട് എന്ന് എഴുതി. ഒരു വൈദ്യുത ബൾബിലൂടെ 0.4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. 0.4 ആംപിയർ വൈദ്യുതി, അതായത് ഐസ്മെന്റ് 0.4 ആംപിയർ എങ്കിൽ ബൾബിന്റെ പവർ കണക്കാക്കുക. പവർ P is equal to question mark. ഇനി എന്താ ചെയ്യേണ്ടത്? അതായത് കാണാൻ പറഞ്ഞിരിക്കുന്ന പിയും തന്നിരിക്കുന്ന ഡാറ്റയും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതായത് പിയും ഐയും ബി ഒക്കെ ഉള്ള ഫോർമുല ഏതാണ്? P is equal to I into V. ഇലക്ട്രിക് പവർ കാണാനുള്ള വ്യത്യസ്ത ഇക്വേഷൻ പഠിച്ചതിൽ ഒരു ഇക്വേഷൻ ആണ് P is equal to I into V. അപ്പോ ഫോർമുല എഴുതി കഴിഞ്ഞു. ഇനി ഇതില് വാല്യൂസ് അപ്ലൈ ചെയ്യാണ്. P തന്നിട്ടില്ല. അപ്പൊ പിയുടെ സ്ഥാനത്ത് P തന്നെ എഴുതി. ഈക്വൽസ് I 0.4 ആംപിയർ 0.4 ഇൻറ്റു V. V എത്ര? 230. അപ്പൊ വിയുടെ സ്ഥാനത്ത് 230. 0.4ഉം 230 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാം 92 ആണ്. ഇതാണ് പവർ. Therefore P is 92. പവറിന്റെ യൂണിറ്റ് വാട്ട്, അതായത് W. ഇതാണ് ആൻസർ. അപ്പൊ P is I into V യില് P ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ P അങ്ങനെ എഴുതി. ഈക്വൽസ് I 0.4 ആണ്. അതിന്റെ സ്ഥാനത്ത് 0.4 എഴുതി. ഇൻറ്റു V. വിയുടെ സ്ഥാനത്ത് 230 എഴുതി. Therefore P is equal to 92.
192 watt. Okay? ഇനി അടുത്ത പ്രോബ്ലം എന്താ? ടെക്സ്റ്റ് ബുക്ക് പേജ് 22 ആദ്യത്തെ പ്രോബ്ലം. An appliance of power 540 watt is used in a branch circuit. If the voltage is 230 watt, what is its amperage? An appliance of power 540 watt is used in a branch circuit. 540 watt power 540 watt പവർ വന്നിട്ടുണ്ട്. അതായത് പവർ തന്നെ P is 540 watt. ഇനി എന്താ പറയുന്നത്? If the voltage is 230 watt, അപ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 watt. വോൾട്ടേജ് തന്നെ P. വോൾട്ടേജ് is equal to 230 watt. ഇനി എന്താ പറയുന്നത്? What is its amperage? Amperage ആണ് നമ്മൾ കണ്ടെത്തുന്നത്. Amperage. പവർ P തന്നിട്ടുണ്ട്, വോൾട്ടേജ് V തന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ പറ്റുന്നത് ആംപിയറേജ്, അതായത് I ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ പരസ്പരം റിലേറ്റ് ചെയ്തുള്ള ഫോർമുല ഏതാ? ഐയും വിയും പി ഒക്കെ ഉള്ളത് P is equal to I into V. ഈ ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഡയറക്റ്റ് അപ്ലൈ ചെയ്തിരിക്കുക P ഇവിടെ ഇതാണ് P, അതായത് 540. ഇത് തന്നിട്ടില്ല, കാണാം. അപ്പൊ അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു വി 230. I is equal to അതിനോട് നിർത്തിയിട്ട് 230 അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 230 54 താഴെ വരും. അതായത് I is equal to 540 by 230. അതായത് ഇതും ബാക്കി 54 by 23. 54നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2.34 ആണ്. ഇതാണ് ഇവിടുത്തെ കറണ്ട്. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ് ഇവിടെ കിട്ടിയുള്ളത്. ഇപ്പൊ കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. അതുകൊണ്ട് A. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇത് വേറെ രീതിയിലൊന്നും ചെയ്യാൻ പോവാ. അതായത് നമ്മുടെ ആംപിയറേജ് കാണാൻ പറ്റുന്നത്. അപ്പൊ ആംപിയറേജ് കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആംപിയറേജ് ഈസ് ഈക്വൽ ടു wattage by voltage. Amperage is equal to wattage by voltage. എന്നൊരു ഫോർമുല ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതായത് amperage is equal to wattage. ഇതാണ് കാരണം 540 വാട്ട് ആണ് കൊടുത്തത്. അതാണ് ഇവിടുത്തെ വാട്ടേജ്. അപ്പൊ 540 by voltage. വോൾട്ടേജ് 230 ആണ്. അപ്പൊ ഇത് തന്നെയല്ലേ 540 by 230 കണ്ടില്ലേ? തന്നെയാണത്. അപ്പൊ ഇതിന്റെ വഴി കിട്ടുന്ന ആൻസർ തന്നെയാണ് 2.34 ആംപിയർ. ഇതാണ് ആൻസർ. ഓക്കെ.